ഇനി മനസ്സ് നിറയെ ഇഷ്ടം നിറഞ്ഞോണം. ഫാമിലി വെഡിംഗ് സെന്ററിന്റെ ഓണാശംസകൾ. മുഖ്യമന്ത്രിയുടെ ഓഫീസിനും ആഭ്യന്തര വകുപ്പിനുമെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച PV അൻവറിനെ പരോക്ഷ താക്കീതുമായി വീണ്ടും പിണറായി വിജയൻ. പറഞ്ഞിട്ട് മനസ്സിലാക്കുമ്പോൾ വഴങ്ങിയില്ലെങ്കിൽ സർക്കാരിന് വേറെ വഴി തേടേണ്ടി വരുമെന്ന് മുഖ്യമന്ത്രി മുന്നറിയിപ്പ് നൽകി. നിക്ഷിപ്ത താൽപര്യക്കാരുടെ എതിർപ്പിന് മുന്നിൽ കീഴടങ്ങില്ല. അങ്ങനെ അങ്ങ് ഒലിച്ചു പോകുന്ന പാർട്ടിയല്ല CPM എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തൃശൂരിൽ നടന്ന അഴീക്കോടൻ രാഘവൻ അനുസ്മരണത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. തൃശൂർ പൂരം അലങ്കോലമാക്കാൻ ഒരു ശ്രമം നടന്നു. അതിന്റെ റിപ്പോർട്ട് തന്റെ കൈവശം ലഭിച്ചിട്ടില്ല. DGPയുടെ കയ്യിലാണ് റിപ്പോർട്ടുള്ളത്. 4 ദിവസത്തിന് ശേഷം റിപ്പോർട്ട് പരസ്യമാകും. അതുവരെ കാത്തിരിക്കുക. മാധ്യമങ്ങൾ അവർക്ക് തോന്നും പോലെ കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയാണെന്നും പിണറായി കുറ്റപ്പെടുത്തി. കഴിഞ്ഞ ദിവസം തന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കും ക്രമസമാധാന ചുമതലയുള്ള ADGPമാർ അജിത് കുമാറിനുമെതിരെ അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ മുഖ്യമന്ത്രി തള്ളിയിരുന്നു. P ശശിക്ക് ക്ലീൻ ചീറ്റ് നൽകിയ പിണറായി ADGPക്കെതിരെ തൽക്കാലം നടപടിയില്ലെന്നും അറിയിച്ചിരുന്നു. പരസ്യ പ്രതികരണം തുടർന്നാൽ തനിക്കും അതിന് മറുപടി നൽകേണ്ടി വരുമെന്നും നിലമ്പൂർ MLAക്ക് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ താക്കീത് നൽകിയിരുന്നു. ഗവർണർ MLAക്കെതിരെ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി പരാതി നൽകിയിട്ടുണ്ടെന്നും അൻവറിനെ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ഓർമ്മപ്പെടുത്തിയിരുന്നു. സ്വർണ്ണക്കടത്തുകാരുമായി ഇടതംഗത്തിന് ബന്ധമുണ്ടെന്ന സൂചനകളും പിണറായി നൽകിയിരുന്നു. മലപ്പുറം ജില്ലയിലെ സ്വർണ്ണ ഹവാല കടത്ത് കേസുകളുടെ കണക്കെണ്ണി പറഞ്ഞായിരുന്നു പിണറായിയുടെ മറുപടി. ഇന്നറിയാൻ ന്യൂസ് കേരള, കണ്ണൂർ. നോൺ സ്റ്റോപ്പ് ഓണം, നോൺ സ്റ്റോപ്പ് ഓഫേഴ്സ്. മൈജി ഓണം, മാസ് ഓണം സീസൺ 2 ആഘോഷം തുടരുന്നു. 5 കാറുകൾ, 100 ബൈക്കുകൾ, 100 പേർക്ക് ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് റിസോർട്ട് വെക്കേഷൻ. ഓരോ ദിവസവും 1 ലക്ഷം വീതം ക്യാഷ് പ്രൈസും കൂടാതെ 15 കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനം. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ തുടങ്ങിയ ഏത് പ്രൊഡക്റ്റിനൊപ്പവും നറുക്കെടുപ്പില്ലാതെ നേടാം ഉറപ്പായ സമ്മാനങ്ങൾ. മൈജി ഓണം, മാസ് ഓണം സീസൺ 2.